പ്രിയപ്പെട്ട കുട്ടികളെ, +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും +1 ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നു കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് +1 ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും ലാംഗ്വേജ് ചേഞ്ച്, നമ്മൾ ഇതുവരെ പഠിച്ചത് പല കുട്ടികളും മലയാളം മീഡിയത്തിലൊന്ന് പഠിച്ചത്, അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നിട്ടായിരുന്നത്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ചില കുട്ടികൾക്ക് ആദ്യം ഉണ്ടാവാം. ചില കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം തന്നെ പഠിച്ച കുട്ടികളുണ്ടാവും, അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുമില്ല. എന്നിരുന്നാലും നമ്മളൊരു പുതിയ ലോകത്തിലേക്കും ക്ലാസ്സിലേക്കാണ് എത്തിച്ചേർന്നത്. അതിൻ്റെതായ ചെറിയൊരു പ്രശ്നങ്ങൾ നമുക്ക് ആദ്യ ഭാഗത്ത് ചിലപ്പം അനുഭവപ്പെടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആദ്യത്തെ ക്ലാസ്സുകളെല്ലാം ഏറ്റവും ശ്രദ്ധയോടെ കണ്ട് വിലയിരുത്തി നല്ല രീതിയിലേക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം. നമുക്ക് ക്ലാസ് വളരെ മെല്ലനെ ആരംഭിക്കാം. അപ്പം മലയാളത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയും, ഇംഗ്ലീഷും മലയാളം കൂടി ഉപയോഗിച്ചിട്ട് തന്നെ ആദ്യത്തെ ക്ലാസ്സുകൾ എടുക്കും. അത് നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നമുള്ള കുട്ടികൾക്ക് ഒരു പരിധിവരെ അത് പരിഹരിക്കാൻ സഹായകമാവും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ സെറ്റ്സ് ആണ്. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് സെറ്റ്സ്. അപ്പം അത് പഠിക്കാനുള്ളത് സെറ്റ്സ് ആൻഡ് റെപ്രസെൻറ്റേഷൻസ്. നമുക്ക് ആദ്യം ഡെഫിനിഷനിലേക്ക് പോവാം. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ ആദ്യം ഞാൻ പറയാം, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. എ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ? എ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു കൂട്ടം വ്യത്യസ്ത വസ്തുക്കൾ. മനസ്സിലായല്ല? വ്യക്തമായി നിർവചിക്കണം ആ കൂട്ടത്തിന്, ആ ഒരു കളക്ഷന് വ്യക്തമായി നിർവചിച്ച ഒരു കൂട്ടം വ്യത്യസ്ത വസ്തുക്കൾ. അതിനാണ് എന്ത് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. തിരിഞ്ഞല്ല, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു കൂട്ടം വ്യത്യസ്ത വസ്തുക്കൾ. അതായത് ആ കളക്ഷനിൽ ഒരേപോലത്തെ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല, അർത്ഥം റിപ്പീറ്റേഷൻ പാടില്ല എന്നർത്ഥം. ഒരു കൂട്ടമാണ്, അതിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ആ കൂട്ടം എന്തായിരിക്കണം? വ്യക്തമായി നിർവചിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് ഉദാഹരണം നോക്കാം. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം, കുറച്ച് കളക്ഷൻസ് നോക്കാം. ഇതെല്ലാം സെറ്റ് ആവുമോ നോക്കാം. ഒന്നാമത്തത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ എന്റെ മലയാളം പറഞ്ഞുതരാം. എന്താണ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണസംഖ്യ. ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ, അല്ലെ? ഒറ്റ എണ്ണൽ സംഖ്യ 10ൽ കുറവ്. ഒറ്റ എണ്ണൽ സംഖ്യ 10ൽ കുറവ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ വന്നില്ല അതെല്ലാം? ഏത്? 1, 3, 5, 7, 9 അല്ലെ? നിങ്ങളെ മനസ്സിൽ വന്നു അല്ലെ? അതായത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷനാണ്. ആ കളക്ഷൻ എന്താണ്? ഒരു സെറ്റാണ്. എന്തേ കാരണം? നമുക്കറിയാം, ഇപ്പൊ ഒരു നമ്പർ എടുത്തു നമ്മൾ 12 എന്ന് പറഞ്ഞ നമ്പർ നിങ്ങളെ മനസ്സിൽ ചെയ്യുക. 12. ആ 12 ഈ കളക്ഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റൂലേ? കൃത്യമായിട്ട് പറയുന്നതുകൊണ്ട് 12 ഈ കളക്ഷനിൽ ഇല്ല. എന്തുകൊണ്ട്? 12 ഇരട്ട സംഖ്യയാണ്, പിന്നെയോ 10ൽ കൂടുതലാണ് അല്ലെ? അതായത് നമുക്കൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഇതിലുണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കളക്ഷൻ എന്താവും? സെറ്റ് ആവും. അതായത് വ്യക്തമായി നിർവചിക്കണം എന്നർത്ഥം. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വ്യക്തമായിട്ട് നിർവഹിച്ചാണ് അല്ലെ? 10ൽ കുറവില്ല, ഒറ്റ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യക്തമായി നിർവഹിച്ചാണ്. സോ അതെന്താണ്? ഒരു സെറ്റ് ആവും. 2, ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ നദികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ നദികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നിർവഹിച്ചാണ് അറിയാലോ. ഇപ്പൊ നമുക്കറിയാം പെരിയാർ എന്ന് പറഞ്ഞാല്, പെരിയാർ എന്ന് പറഞ്ഞാൽ നദിയാണ്, അത് ഇന്ത്യയിലല്ലേ? അതെ, ഇന്ത്യയിലാണുള്ളത്. അതുപോലെ അല്ല, നമുക്കൊരു നദീന്റെ പേര് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. യമുന, നമുക്കറിയാം യമുന എന്ന് പറഞ്ഞത് ഇന്ത്യയിലൊരു നദിയാണ്. അതേ സമയത്ത് പറഞ്ഞ നൈൽ നദി എന്ന് പറഞ്ഞാലോ, നൈൽ നദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊന്ന് ഇന്ത്യയിലല്ല അല്ലെ? അതായത് റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വ്യക്തമായി നിർവചിച്ച ഒരു സംഭവമാണ് അല്ലെ? വെൽ ഡിഫൈൻഡ് ആയ ഒരു വാക്കാണ് നമുക്ക്. അതായത് ഒരു നദി എടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റണം. തിരിഞ്ഞല്ല, അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ അത് വ്യക്തമായി നിർവഹിച്ചൊരു സംഭവമാണ്. അതെന്താണ്? ഒരു സെറ്റാണ്. ഡൗട്ടില്ല. അടുത്തത് 3ാമത്തെ, ദ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ദ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ പേരുടെ കൊടുത്തിട്ടുണ്ട്, നേമിലി AEIOU. അത് വേണ്ട, അല്ലാണ്ട് തന്നെ കിട്ടും. ദ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം AEIOU ആണെന്ന് അറിയാം. ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു അക്ഷരം എടുത്തു കഴിഞ്ഞിട്ട് എഫ് നിർത്തി വരിക. എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? അത് വവലല്ല, അതൊന്നല്ല. അതായത് ഈ വവൽ നമ്മൾ വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് വലുത്. ഇപ്പൊ എഫ് നിർത്താൻ നമുക്കത് വവലല്ല എന്ന് അറിയാം. എന്തുകൊണ്ട്?
എന്താണ് വവൽ എന്ന് വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇപ്പൊ സെറ്റ് നിർത്താനോ വവൽ അല്ല എന്ന് അറിയാം. എന്തുകൊണ്ട്? വവൽ എന്താന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ നിർത്താനോ നമുക്ക് എന്താ അറിയാം? വവലാണെന്ന് അറിയാം. എന്തുകൊണ്ട്? എ ഇ ഐ ഒ യു ആണ് വവൽ. ഓക്കെ. അടുത്തത് വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ്. വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ് അതൊരു സെറ്റ് അല്ലേ? അതെ. എന്തുകൊണ്ട്? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലതരത്തിലുള്ള ട്രയാങ്കിൾ, പല രൂപത്തിലുള്ള ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ന് 3 വശങ്ങളിലെ രൂപം അല്ലെ? 3 വശങ്ങളിലെ രൂപം. അതെങ്ങനെയാലും ട്രയാങ്കിൾ തന്നെയാണ്. നമുക്ക് ഒരു സാധനം കണ്ടെത്തത് ട്രയാങ്കിൾ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂലേ? വ്യക്തമായിട്ട് പറയാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് ചതുരവും ഒരു സമയചതുരവും ട്രയാങ്കിളും തന്നിട്ട് ആ രൂപം ട്രയാങ്കിൾ ആണോ അല്ലേ ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? വ്യക്തമായിട്ട് പറയാൻ നിങ്ങൾക്ക് ട്രയാങ്കിൾ എന്താണെന്ന് അറിയാം അല്ലേ? ഓക്കെ. അഞ്ചാമത്തെ കുറച്ചുകൂടി മാത്സ് വന്ന് നോക്കിക്കോ. അഞ്ചാമത്തത് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210, നെയ്മിലി 2, 3, 5 and 7. അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 210ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഘടകം. പ്രൈം എന്ന് പറഞ്ഞാൽ അഭാജ്യ ഘടകം. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാം അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? 2, പിന്നെയോ 3, 5, 7, 11, 13 അങ്ങനെയുള്ള അഭാജ്യ സംഖ്യകൾ. ഇന്ന് അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടകങ്ങളായിട്ട് എന്തേ ഉണ്ടായിക്കൂടും? ആ സംഖ്യയും അല്ലെ, പിന്നെയോ 1 അല്ല, അതിന്റെ ഘടകങ്ങളായിട്ട് ആ സംഖ്യ ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. മനസ്സിലായല്ല? ഇപ്പൊ 2 അഭാജ്യ സംഖ്യയാണ്. 4 അഭാജ്യ സംഖ്യ ആവുക ഇല്ല. എന്തുകൊണ്ട്? 4ന്റെ ഘടകങ്ങൾ ഏതെല്ലാം ഉണ്ട്? 2, 4, 1 ഉണ്ട്. അപ്പൊ ആവൂല. മനസ്സിലായല്ല? അപ്പൊ അഭാജ്യ സംഖ്യ പ്രൈം എന്ന് പറഞ്ഞാൽ അഭാജ്യം, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യ. അപ്പം പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 നെയ്മിലി 2, 3, 5 and 7 പറയുമ്പോൾ ഇടാ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? വ്യക്തമായിട്ട് അത് നിർവഹിച്ചത് അല്ലെ? പ്രൈം ഫാക്ടേഴ്സ് 210. ഇപ്പൊ നിങ്ങളുടെ നമ്പറുടെ പുറത്തെടുത്തു. ഇത് 10 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു. 10 എന്ന് പറഞ്ഞത് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 ആണെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞൂടെ? എന്തുകൊണ്ട്? 10 പറഞ്ഞത് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 അല്ല. എന്തുകൊണ്ട്? 10 ഒന്നാമത് 10 പ്രൈം നമ്പർ അല്ല, പക്ഷെ ഇതിന്റെ ഘടകമാണ്. പക്ഷെ എന്താണ്? പ്രൈം നമ്പർ അല്ല. ഡൗട്ടില്ല. അപ്പൊ ഏത് നമ്മൾ എടുത്താലും നമുക്ക് പറയാൻ പറ്റണം കൃത്യമായിട്ട്. ഇപ്പൊ 5 എടുത്തു വരിക. 5 എടുത്താലോ? അപ്പൊ 5 എടുത്തു വരിക. 5 എന്താണ്? പിന്നെ 210ന്റെ ഘടകമാണ്, പക്ഷെ എന്താണ്? പ്രൈം ആണ് അല്ലെ? അപ്പൊ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അത് ഇതിലുണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റണം. ഓക്കെ. അതുകൊണ്ട് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 എന്താണ്? ഒരു സെറ്റാണ്. ഡൗട്ടില്ല. പ്രൈം ഫാക്ടേഴ്സ് 210ന്റെ അർത്ഥം 210ന്റെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അടുത്തത് 6ാമത്തെ ദ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x² - 5x + 6 = 0. അത് ചെയ്താൽ 2, 3 കിട്ടും. അതായത് ദ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x² - 5x + 6 = 0 എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട്? ഈ ദ്വിമാന സമവാക്യത്തിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അത് എങ്ങനെ വ്യക്തമാവില്ലേ? നമുക്കത് കണ്ടുപിടിച്ചാൽ അറിയാം. ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെ കണ്ടുപിടിക്കില്ല? ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. x² - 5x + 6 = 0. ഞാനിത് പിന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ഇത് ഏതുപോലെ? ax² + bx + c = 0. അപ്പൊ ഇവിടെ a1 b - 5 c 6. അപ്പൊ x എന്ന് പറഞ്ഞാൽ എത്ര? -b ± √b² - 4ac/2a. ദാറ്റ് ഈസ് -b എന്ന് പറഞ്ഞാലോ -5 പറഞ്ഞാൽ 5 ± √b². b² എന്ന് പറഞ്ഞാൽ -5² 25 -4ac എന്ന് പറഞ്ഞാലോ 4 × 1 × 6 24/2a എന്ന് പറഞ്ഞാലോ 2 × 1 2. അപ്പൊ എന്ത് കിട്ടും? 5 ± √25 24 പറഞ്ഞാൽ √1 പറഞ്ഞാൽ 1. അപ്പൊ എന്ത് കിട്ടി? 5 ± 1/2 ഇതെല്ലാം പറഞ്ഞാൽ എത്ര? 6/2. 5 - 1 4/2 എത്ര? 3ഉം 2ഉം അല്ലെ? അപ്പം സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x² - 5x + 6 = 0 പറഞ്ഞാൽ 2ഉം 3ഉം ആണെന്ന് നമുക്ക് അറിയാം സോൾവ് ചെയ്താൽ. അപ്പൊ നമുക്കിപ്പം 5 ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് ചോദിച്ചാലോ വ്യക്തമായിട്ട് അല്ലാന്ന് പറയാം അല്ലെ? പിന്നെ വേറെ ഉണ്ട് ഈ സൊല്യൂഷന്റെ പ്രത്യേകത. ഇപ്പൊ 2ഉം 3ഉം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2ഉം ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പൊ 2 കൊടുത്തു വരും എന്ത് കിട്ടും? 2² 4 4 മൈനസ് എത്ര? 2 10 4 മൈനസ് 10 എത്ര? -6 -6 + 6 0. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും അല്ലെ? അല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിർദ്ധാരണ മൂല്യം എന്നെല്ലാം മറ്റും പഠിച്ചിട്ടുണ്ട്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ശരിയാവും. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ സെറ്റാണ്. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞൊന്നുമില്ലു. വി നോട്ട് ദാറ്റ് ഈച്ച് ഓഫ് ദി അബോവ് എക്സാമ്പിൾ ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലെ? എന്താണ്? ഇൻ ദ സെൻസ് ദാറ്റ് we can definitely decide whether a given particular object belongs to a given collection or not. For example, we can say that the river Nile does not belong to the collection of rivers of India. On the other hand, the river Ganga does belong to this collection. മനസ്സിലായില്ല? അതായത് ഒരു നമ്മൾ പുറത്തൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ ആ കളക്ഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് ആ കളക്ഷൻ സെറ്റ് ആവുന്നത്. അല്ലെങ്കിലോ സെറ്റ് ആവില്ല. തിരിഞ്ഞല്ല അത് വ്യക്തമായി നിർവഹിച്ചിരിക്കണം.
വ്യക്തമായി നിർവഹിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുനിന്നൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓൾസോ കൺസിഡർ നോക്കാം, കളക്ഷൻ ഓഫ് ഹോണസ്റ്റ് ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങൾ സയൻസ് ക്ലാസ്സിലെ കളക്ഷൻ ഓഫ് ഹോണസ്റ്റ് ബോയ്സ് ഇൻ യുവർ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു കളക്ഷൻ എടുക്കാം. അത് സെറ്റ് ആവുമോ നോക്കാം. എങ്ങനെ നോക്കല്? അപ്പൊ എന്ത് ചെയ്യാം, ഒരു കുട്ടീനെ നമുക്ക് എടുത്തു. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടീനെ എടുത്തു. ഒരു ക്ലാസ്സിൽ നിങ്ങളൊരു കുട്ടീന്റെ പേരെടുത്തു, അഭിഷേക് എന്നൊരു കുട്ടി എടുത്തു, അഭിഷേക്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ ആ കുഞ്ഞ് ഹോണസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ആ കുഞ്ഞിക്ക് തോന്നും, ചിലപ്പോൾ പറയാൻ തോന്നും, എല്ലാവർക്കും തോന്നാൻ പറ്റുമോ? ഇല്ലല്ല, അത് വ്യക്തമായി നിർവഹിച്ചിട്ടാ അല്ലേ. സായന്ത് പേരെടുത്തു, അത് ഹോണസ്റ്റ് ബോയ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് വ്യക്തമായ നിർവചനം ഇല്ലാത്തൊരു വാക്കാണ്. സോ കളക്ഷൻ ഓഫ് ഹോണസ്റ്റ് ബോയ്സ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് അല്ല. അടുത്തതോ, കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ഗേൾസ് ഇൻ യുവർ ക്ലാസ്. കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ഗേൾസ് ഇൻ യുവർ ക്ലാസ്. അത് പറയുമ്പോൾ തന്നെ ഇപ്പൊ കുറെ ആളെ മനസ്സിലാവും, ലേട്ട് പൊട്ടി ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നി. അവിടെ നിന്നുണ്ടാ? ഇല്ലല്ല, ഇപ്പൊ ഒരു പേര് ഞാൻ എടുത്തു, സയനോര ഒരു പേരെടുത്തു, സയനോര. ഇതിലുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഇല്ലല്ല. നമുക്ക് പിന്നെ വേറൊരു പേരെടുത്തു, അറിഞ്ഞില്ലേ, ആതിര ഒരു പേരെടുത്തു. ഇതിൻ്റെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുക? ഇല്ലല്ല. എന്തുകൊണ്ട്? അത് ബ്യൂട്ടിഫുൾ ആണോ ഇല്ല കാര്യങ്ങൾ നമുക്ക് ഒരാൾക്ക് തോന്നുകയാണ്. അതായത് അത് വ്യക്തമായ നിർവചനം ഇല്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും നമ്മൾ ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നും, പക്ഷെ അത് എല്ലാവർക്കും വ്യക്തമായിട്ട് തോന്നണമെന്നില്ല. സോ എന്തല്ല, അത് സെറ്റ് അല്ല. അപ്പൊ കളക്ഷൻ ഓഫ് ഓണസ്റ്റ് ബോയ്സ് സെറ്റ് ആണോ? അല്ല. കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ഗേൾസ് സെറ്റ് ആണോ? അല്ല. അടുത്തതോ, കളക്ഷൻ ഓഫ് ബെസ്റ്റ് 5 സിനിമാസ് ഓഫ് മലയാളം മൂവി. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച 5 സിനിമകൾ എന്ന് പറയുമ്പോൾ സെറ്റ് ആവുക. ഇപ്പൊ എന്നോട് 5 സിനിമകൾ ചോദിച്ചാൽ ഞാൻ പറയുന്നതിന് വേറെ ആൾ പറയണമെന്നില്ല അല്ലെ. ചിലപ്പോൾ ചില ആളെ ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച 5 സിനിമകൾ ചോദിച്ചാൽ ചിലപ്പോൾ അടൂരിന്റെ സിനിമയെല്ലാം പറയും അല്ലെ, എരിപ്പത്തായം അങ്ങനത്തെ എല്ലാം പറയും, അനന്തരം അങ്ങനത്തെ സിനിമകളെല്ലാം പറയാം, വിധേയൻ അടൂരിന്റെ സിനിമകളായിരിക്കും ചിലർക്ക് ഇഷ്ടം, അയാൾ അങ്ങനെ പറയും. അപ്പൊ ചിലർക്ക് അങ്ങനെയല്ല, വേറെ രീതിയിലുള്ള സിനിമകളായിരിക്കും ഇഷ്ടം ഉണ്ടാവില്ല. മനസ്സിലായല്ല? അപ്പം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പം കളക്ഷൻ ഓഫ് ബെസ്റ്റ് 5 സിനിമാസ് ഓഫ് മലയാളം മൂവി എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു സെറ്റ് അല്ല. അപ്പൊ ഈ 3 എന്തല്ല? സെറ്റ് അല്ല. ആദ്യം പറഞ്ഞ 5 സെറ്റാണ്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഉദാഹരണം നോക്കാം. ഇനി അതിന് മുമ്പ് 2-3 കാര്യങ്ങളോട് നോക്കാം. നോക്ക്, ദ ഫോളോയിങ് പോയിന്റ്സ് മേ ബി നോട്ടഡ്. ഞാൻ നേരത്തെ പറഞ്ഞു എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് എന്ത് പറഞ്ഞു? ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. സെറ്റ് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് വ്യക്തമായി നിർവഹിച്ച ഒരു കൂട്ടം വസ്തുക്കളാണെന്ന് പറഞ്ഞു. ഈ അതിന് നോക്കോ, ദ ഫോളോയിങ് പോയിന്റ്സ് നോട്ടഡ്. ഒബ്ജക്ട്സ്, എലമെന്റ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് എ സെറ്റ് ആർ സിനോണിംസ് ടേംസ്. അതായത് നമ്മൾ സെറ്റിന്റെ അകത്തിലെ പിന്നെ അതിന് ഒബ്ജക്ട്സ്, എലമെന്റ്സ്, മെമ്പേഴ്സ് എന്ത് വേണമെന്ന് പറയാം. മനസ്സിലായില്ല? ഒബ്ജക്ട്സ് എന്ന് പറയാം, എലമെന്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, കളക്ഷൻ ഓഫ് ബോയ്സ് ഇൻ യുവർ ക്ലാസ് എന്ന് വിചാരിക്കാം. കളക്ഷൻ ഓഫ് ബോയ്സ് ഇൻ യുവർ ക്ലാസ് ആണെങ്കിൽ അത് സെറ്റായി അല്ലേ. പക്ഷെ കളക്ഷൻ ഓഫ് ഹോണസ്റ്റ് ബോയ്സോ എന്താവില്ല? സെറ്റ് ആവില്ല. മനസ്സിലായില്ലേ? കളക്ഷൻ ഓഫ് ബോയ്സ് ആൺകുട്ടി ഏതാണെന്ന് വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണ് ഹോണസ്റ്റ് ബോയ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തമായി നിർവഹിച്ചിട്ട. അപ്പം ഇപ്പൊ കളക്ഷൻ ഓഫ് ബോയ്സ് ഇൻ യുവർ ക്ലാസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ എന്തായിരിക്കും? ഓരോ ബോയും അതിലൊരു ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ എലമെന്റ് ആണ്, അല്ലെങ്കിലോ മെമ്പർ ആണ്. തിരിഞ്ഞല്ല? ഇനി നോക്ക്, സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് A, B, C, X, Y, Z, etc. നമ്മൾ സെറ്റിന് പേര് കൊടുക്കുമ്പോൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് പേര് കൊടുക്കല്. അതിനെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഒരു സെറ്റിന് പേര് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കേണ്ടത്? ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട്. ഒന്ന് K എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ B, അല്ലെങ്കിൽ C, അല്ലെങ്കിൽ X, അല്ലെങ്കിൽ Y, Z. ഇനി ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ്സ് ആർ റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ് A, B, C. അതായത് സെറ്റിന്റെ അകത്ത് വരുന്ന എലമെന്റ്സ് നമ്മൾ സാധാരണ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കല്. സെറ്റിന് പേര് കൊടുക്കാൻ എപ്പം ക്യാപിറ്റൽ ലെറ്റർ ആണ്, എലമെന്റ് ഓഫ് സ്മോൾ ലെറ്റർ. ചില കേസസ് എലമെന്റ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം ചില പ്രോബ്ലത്തിൽ. അപ്പൊ സെറ്റിന് എങ്ങനെ പേര് കൊടുക്കല്? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി എലമെന്റ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ചെറിയൊരു കാര്യങ്ങളാണ്, കുറച്ച് ചെറിയ സിമ്പിൾ ആയ കാര്യങ്ങൾ. നോക്ക്, ഇഫ് സ്മോൾ എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ സെറ്റ് എ, വി സേ ദാറ്റ് എ ബിലോങ്സ് ടു എ. ദ ഗ്രീക്ക് സിമ്പിൾ ഇനി വായിക്കൽ ആപ്സിലോൺ epsilon is used to denote the price belongs to. Thus we write A belongs to A. നിങ്ങൾ ഇനി ആപ്സിലോൺ ഒന്നും വായിക്കണ്ട, I വരുന്ന പോലെ ഇന്ന് വായിക്കല് A belongs to capital A എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു സെറ്റിൽ ഏതുണ്ട്? സ്മോൾ എ ഉണ്ട്. ഇനി നോക്ക്, if B is not an element of set A, we write B not belongs to A. ഇനി വായിക്കല I ആ ആപ്സിലോൺ പോലെ എഴുതിയിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരിയിട്ടാല് ഇനി എന്ത് വായിക്കല്? B not belongs to A. Read as B does not belongs to A. മനസ്സിലായില്ല? ക്യാപിറ്റൽ ഒരു സെറ്റ് സ്മോൾ എ ആ ക്യാപിറ്റൽ എയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതും, A belongs to A എന്ന് എഴുതും. ഇനിയോ ഈ B എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ക്യാപിറ്റൽ എയിൽ ഇല്ലെങ്കിൽ എന്ത് എഴുതും? B not belongs to A എന്ന് എഴുതും. ഓക്കെ, ഒരു ഉദാഹരണം നോക്കാം. Thus in the set V of vowels in the English alphabet നമുക്ക് എന്താ പറയാ? A belongs to V എന്ന് പറയാം അല്ലെ.
വി എന്ന് പറഞ്ഞാല് വി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ സെറ്റ്. മനസ്സിലായില്ല? ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒരു സെറ്റാണ് നമ്മൾ നേരത്തെ പഠിച്ചു, എന്തുകൊണ്ട് വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ വി എന്ന് പേര് കൊടുത്തു, വി. അപ്പൊ നമുക്ക് എന്താ പറയാ, ഈ എ ബിലോങ്സ് ടു വി എന്ന് പറയാം. എന്തുകൊണ്ട്? എ ഒരു വവലല്ലേ, അപ്പൊ അത് വിയിലുണ്ട്. ബട്ട് എന്താണ്, ബി നോട്ട് ബിലോങ്സ് ടു വി. എന്തുകൊണ്ട്? ബി എന്തല്ല, ഒരു വവലല്ല. ഓക്കെ, എ ഒരു വവലാണ്, അതുകൊണ്ട് എന്തുണ്ട്, എ വിയിലുണ്ട്. പക്ഷെയോ ബി ഒരു വവലല്ല, അതുകൊണ്ട് അത് ബിയിലില്ല, അല്ലെ, ബിയിലില്ല. ഓക്കെ, വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ സെറ്റ് പി ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30, 3 ബിലോങ്സ് ടു ബി പി ബട്ട് 15 നോട്ട് ബിലോങ്സ് ടു പി. അതായത് വേറെ സെറ്റ് എടുത്തു, സെറ്റ് പി ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30. സെറ്റ് പി ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30 എന്ന് പറഞ്ഞത് 30ന്റെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞ സെറ്റ് എടുത്തു വിചാരിക്കാം. 30ന്റെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞ സെറ്റ് എടുത്താലോ, 30ന്റെ അഭാജ്യ ഘടകങ്ങൾ എല്ലാം ഇവിടെ ചെറുത് 2 അല്ലെ, പിന്നെയോ 3, പിന്നെയോ 5 അല്ലെ, അഭാജ്യ ഘടകങ്ങളാണ്, അഭാജ്യ ഘടകങ്ങൾ. പിന്നെ 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 അങ്ങോട്ട് വരുന്നത് അഭാജ്യ ഘടകങ്ങൾ വരുമില്ല. പിന്നെ 5 കഴിഞ്ഞാൽ പിന്നെ വരുന്ന 6 അഭാജ്യ ഘടകമല്ല, പിന്നെ 10 അല്ല, 15 അല്ല, ഒന്നുമല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാ, 3 ബിലോങ്സ് ടു പി ആണ്, ബട്ട് 15 നോട്ട് ബിലോങ്സ് ടു പി. ശരിയല്ലേ? അതുപോലെയോ 2 ബിലോങ്സ് ടു പി ആണ്, പക്ഷെയോ 6 നോട്ട് ബിലോങ്സ് ടു പി. തിരിഞ്ഞല്ല, ഈ ഇംഗ്ലീഷ് അങ്ങനെ ശ്രദ്ധിക്കണ്ടേ. സെറ്റ് പി ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഘടകം, പ്രൈം എന്ന് പറഞ്ഞാൽ അഭാജ്യം. 30ന്റെ അഭാജ്യ ഘടകങ്ങള്, 30ന്റെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, 2, 3, 5 അങ്ങനെ വരും അല്ലെ, അഭാജ്യ ഘടകങ്ങൾ. അപ്പൊ 3 അതിലുണ്ട്, അതിൽ പിയിലുണ്ട്, പക്ഷെ 15 അതിലില്ല, പിയിലില്ല. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളെ കളക്ഷൻ ഓഫ് ഗേൾസ് ഇൻ യുവർ ക്ലാസ് എടുത്തു. കളക്ഷൻ ഓഫ് ഗേൾസ് ഇൻ യുവർ ക്ലാസ് അല്ലെ, നിങ്ങളുടെ ക്ലാസ്സിൽ ആര്യ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടെങ്കിൽ എന്ത് പറയാ, ആര്യ ബിലോങ്സ് ടു അല്ലെ ആ സെറ്റ്. നിങ്ങൾ കളക്ഷൻ ഓഫ് ഗേൾസിന് നമ്മളിപ്പം പേര് കൊടുത്തു വരിക, എക്സ് എന്നുള്ള പേര് കൊടുത്തു. കളക്ഷൻ ഓഫ് ഗേൾസിന് ക്യാപിറ്റൽ എക്സ് എന്ന് പേര് കൊടുത്തു. ആര്യ ഏതാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് പറയാ, ആര്യ ബിലോങ്സ് ടു എക്സ് എന്ന് പറയാം. ഓക്കെ, ആ ചിഹ്നം ബിലോങ്സ് ടു പറഞ്ഞ ചിഹ്നം. ഇനിയോ ഇപ്പൊ നിത്യ എന്ന് പറഞ്ഞ കുട്ടി നിങ്ങളെ ഗേൾസ് പറഞ്ഞ ആ ക്ലാസ്സിലില്ല, എക്സിലില്ല. അപ്പൊ എന്ത് പറയാ, നിത്യ നോട്ട് ബിലോങ്സ് ടു എക്സ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇപ്പൊ എന്താ പഠിച്ചത്, സെറ്റിന് എങ്ങനെ പേര് കൊടുക്കുക, ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് പേര് കൊടുക്കുക. സെറ്റ് ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ എന്ത് പറയും, സ്മോൾ എ ക്യാപിറ്റൽ എ ബിലോങ്സ് ടു എ. എങ്ങനെയെന്ന് മനസ്സിലായില്ല? ഇല്ലെങ്കിലോ എ ഡസ് നോട്ട് ബിലോങ്സ് ടു എ. നൊട്ടേഷൻ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിതാ ഇത് NCERT ടെക്സ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതാൻ. ഉത്തരം നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. താഴെ പറഞ്ഞത് പിന്നെ സെറ്റ് ആണോ, ജസ്റ്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം, കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ. കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ. അതായത് ഒരു കൊല്ലത്തെ എല്ലാ മാസങ്ങളും ജയിൽ തുടങ്ങുന്ന മാസങ്ങൾ, ഒരു കൊല്ലത്തെ ജയിൽ തുടങ്ങുന്ന മാസങ്ങൾ എന്ന് സെറ്റ് അല്ലേ ഇത്? കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്തെല്ലാം ജയിൽ തുടങ്ങുന്ന മാസങ്ങൾ. നിങ്ങൾക്ക് അറിയില്ലേ, ജനുവരി, ജൂൺ, ജൂലൈ അല്ലെ, വ്യക്തമായിട്ട് അറിയുന്നതാണ് മാസങ്ങളിൽ. അതുകൊണ്ട് തന്നെ സെറ്റ് തന്നെ. യെസ് യെസ്, ജസ്റ്റിഫൈ ആൻസർ പറഞ്ഞാൽ ആ വേർഡ് എന്താണ്, ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് ഇയർ ബിഗിനിങ് വിത്ത് ജെ ഈസ് വെൽ ഡിഫൈൻഡ്. രണ്ടാമത്തെ, കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ സെറ്റ് ആവുക? ഇല്ല, നോ. എന്തുകൊണ്ട്? 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിപ്പം എല്ലാവരും വ്യക്തമായി നിർവഹിച്ചിട്ടില്ല, ഉണ്ടായില്ലല്ല. ഇപ്പൊ ഞാനിപ്പോ MT വാസുദേവൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കഥാകാരൻ എന്ന് പറഞ്ഞു ഇരിക്കാം. അടുത്ത ആൾ ചിലപ്പോൾ പറയുമ്പോൾ തകഴി അങ്ങനെ ആയിരിക്കും, അങ്ങനെ 10 ആയിരിക്കും പറയല്. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല, ഇത് വ്യക്തമായി നിർവഹിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതല്ല, സെറ്റ് അല്ല. അടുത്തത്, എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ് അല്ലെ. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും മികച്ച 11 ബാറ്റ്സ്മാൻമാർ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പത്രത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല ആളും ഇപ്പൊ പിന്നെ ഡ്രീം 11 ഉണ്ടാക്കലുണ്ട്. അതിനിപ്പോ എല്ലാം ഒരുപോലെ വരുക ഇല്ലല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കില്ല എല്ലാവരും വേറെ ആള് പറഞ്ഞു. അപ്പൊ എന്താന്നത്, നോ. തിരിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ സച്ചിൻ എന്ന് പറഞ്ഞില്ല, ഞാനിപ്പോ സച്ചിൻ എടുത്താൽ അതുപോലെ അടുത്താൽ എടുക്കണമെന്നില്ല, അതിനിപ്പോ ധോണി ആയിരിക്കും എടുക്കുന്നത്, അങ്ങനെ പറയുന്നതായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അടുത്തത്, കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. സെറ്റ് അല്ലേ, ക്ലിയർ ആണ്. ആരെല്ലാം ബോയ്സ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പൊ എന്റെ മുപ്പായാലും വന്ന് ഇട്ടിരിക്കുന്ന അടച്ചിട്ടുകൊണ്ടിരിക്കുന്ന കുറെ ആള് അല്ലെ, ഇതന്നെ ബോയ്സ്, എസ്. ഇനി 5, കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 അല്ലെ. എണ്ണൽ സംഖ്യ 100 കുറവായ എണ്ണൽ സംഖ്യ സെറ്റാണോ? അല്ലേ, വ്യക്തല്ലെങ്കിൽ 1, 2, 3, 99 എണ്ണല്ല. നമുക്കിപ്പം 150 എടുത്തു വരിക, ഇതിലുണ്ടോ ഇല്ലയോ പറഞ്ഞൂടെ? 150 ഇല്ല, കാരണം 100 കുറവാൽ എണ്ണൽ സംഖ്യ 150 വരില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത്,
കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ മുൻഷി പ്രേംചന്ദ്. അതായത് മുൻഷി പ്രേംചന്ദ് എന്ന് പറഞ്ഞ കഥാകാരൻ എഴുതിയ നോവലുകൾ. ഇപ്പൊ നിങ്ങൾ മലയാളം സാഹിത്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മലയാള സാഹിത്യത്തിൽ കവിത, നോവല്, നാടകം അല്ല ഓരോ സാഹിത്യ വിഭാഗമാണ്. ഇപ്പൊ നോവൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്, അത് വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട് ഇന്നാണെന്നുള്ളത്. തിരിഞ്ഞല്ല അവിടെ എന്തെന്നെ സെറ്റ് തന്നെ. ഇത് നമുക്ക് മുൻഷി പ്രേംചന്ദ് ഒരു കൺഫ്യൂഷൻ വരും ടെസ്റ്റിലെ വേർഡാണ്. അതിപ്പോ എം ടി വാസുദേവൻ എന്ന് പറഞ്ഞാൽ എട്ടായി അല്ലെ. കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ എം ടി വാസുദേവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എം ടി നോവല്, കഥ, ചെറുകഥ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നോവൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹിത്യ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു സെറ്റ് തന്നെ. ഓക്കെ, 8. ഏഴാമത്തെ 7 കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇൻഡിജേഴ്സ് അല്ലെ. കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈവൺ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ അറിയാം, ഇരട്ട അല്ല ഇൻഡിജർ. ഇന്ത്യർ എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ ഞാൻ പഠിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് അറിയാം. ഇന്ത്യർ എന്ന് പറഞ്ഞാൽ ഇരട്ട, ഇന്ത്യർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പോസിറ്റീവ് ആകുമ്പോൾ 2, 4, 6, 8 അങ്ങോട്ട് പോകും. നെഗറ്റീവ് ആകുമ്പോൾ -2, -4, -6 അങ്ങനെ പോകും. വ്യക്തമായിട്ട് അറിയാം, രണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റുന്നത് അല്ലെ ഇന്ത്യർ എന്നില്ലേ. അടുത്തോ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ അല്ലെ. ഈ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നമുക്കറിയാം. ചോദ്യത്തിന്റെ ഒരു വ്യക്തമായ രൂപമുണ്ട് അല്ലെ. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇനി വ്യക്തമായ രൂപമുണ്ട്, അതുകൊണ്ട് തന്നെ അത് സെറ്റാണ്. ഓക്കെ, ചോദ്യം ഏതെന്ന് ടെസ്റ്റ് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ചോദ്യം ഏത് ഉത്തരം ഏതെന്നുള്ളത് ടെസ്റ്റ് നോക്കിയാൽ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം കണ്ടത് ചോദ്യമാണോ ഉത്തരവാണോ നമുക്ക് പറയാൻ പറ്റും. സോ തന്നെ അത് സെറ്റാണ്. അടുത്തോ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ ചിലക്കത് സെറ്റാണെന്ന് തോന്നും. ചില മനസ്സിൽ നേരം മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം വരും, ദിനോസർ, പണ്ടുണ്ടായത്, കടുവ, പുലി എല്ലാം വരും അല്ലെ. ഇങ്ങനെ വരും. സോ അത് സെറ്റാണെന്ന് എല്ലാം പറയും. പക്ഷെ അല്ല, എന്തുകൊണ്ട് ഇതാ ആ ഇരിക്കുന്ന ഒരാൾക്ക് പേടി ആരാ, ഏറ്റവും പേടി തവളേനാണ്, പിന്നെ കൂറയാണ്. തിരിച്ചു അപ്പൊ അത് അവർക്ക് ഡേഞ്ചറസ് ചെയ്ത് തവളയും കൂറിയാണ്. മറ്റേക്കോ സിംഹു ആനയെല്ലാം പേടി. തിരിഞ്ഞില്ലേ. അപ്പൊ എന്താണ് ആ വേർഡ് എന്തല്ല, അത് വെൽ ഡിഫൈൻഡ് അല്ല. സോ എന്താണ് കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ വേർഡ് അല്ല, ഇത് എന്തല്ല, സെറ്റ് അല്ല. എന്റെ റീസൺ മനസ്സിലായില്ലല്ലോ. എന്തുകൊണ്ട്, സിൻസ് ദ വേർഡ് കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഓക്കെ, അടുത്ത ചെറിയൊരു ക്വസ്റ്റൻ ആണ്. A equal to set 1, 2, 3, 4, 5, 6. Insert the appropriate symbol belongs to or not belongs to in the blank spaces. ഈ ഇതിൽ പിന്നെ ബ്ലാങ്ക് സ്പേസിൽ നിങ്ങൾ വെക്കണം. ഇവിടെ 5 ഇടയ്ക്ക് ഏത് ചിഹ്നം, 8 ഇടയ്ക്ക് ഏത് ചിഹ്നം. സിമ്പിൾ ആണ്. നോക്ക്, A equal to 1, 2, 3, 4, 5, 6. 5 ഇവിടെ ഈ സെറ്റിലില്ല ഉണ്ട്, അപ്പൊ 5 belongs to A. 8 ഇതിലുണ്ടാവില്ല, അപ്പൊ 8 not belongs to A. 0 ഈ സെറ്റിൽ ഉണ്ടായില്ല, 0 not belongs to A. 2 ഈ സെറ്റിൽ ഉണ്ടായിട്ടുണ്ട്, 2 belongs to A. 10 ഈ സെറ്റിൽ ഉണ്ടായില്ല, 10 not belongs to A. ഓക്കെ, സിമ്പിൾ ആയ കാര്യം ഒന്ന് പറയാൻ വേണ്ടി ചെയ്തൊന്നുമില്ല. ഇനി നോക്കാം, ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്, there are 2 methods of representing a set. ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന് റോസ്റ്റർ ഓർ ടാബുലർ ഫോം, 2 സെറ്റ് ബിൽഡർ ഫോം. ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന് റോസ്റ്റർ അല്ലെങ്കിൽ വേറെ പേര് ടാബുലർ ഫോം. അത് ഒന്നാമത്തെ നോക്കാം. എന്താണ് റോസ്റ്റർ ഫോം നോക്കാം. ഇൻ റോസ്റ്റർ ഫോം all the elements of a set are listed. The elements are being separated by comma and are enclosed within braces. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബ്രാക്കറ്റ് ആണ് ഈ ബ്രാക്കറ്റ്. അതായത് പിന്നെ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ എന്ത് ചെയ്യും, സെറ്റിലെ എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും, എഴുതും. ഓരോ എലമെന്റ് എന്ത് ചെയ്യും, കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യും. പിന്നെയോ ആദ്യം അവസാനം ഒരു ബ്രാക്കറ്റ് കൊടുക്കും. മനസ്സിലായല്ലോ? അങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്ക്, ഇത് നോക്കാം. നോക്ക്, ദ സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഈസ്. സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റിനെ എങ്ങനെ ടാബുലർ ഫോമിൽ എഴുതാം, എങ്ങനെ എഴുതാം? ആദ്യം നോക്കുക, ബ്രാക്കറ്റ്. ഇനി വായിക്കൽ സെറ്റ്. സെറ്റ് എന്ത് ചെയ്യാ, എല്ലാ വവൽസും ലിസ്റ്റ് ചെയ്യാന്ന് എഴുതാം. A, E, I, O, U. മനസ്സിലായല്ല? എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സ് എഴുതാ, അതിനെല്ലാം കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക, ബ്രാക്കറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. ഇനി വായിക്കലൊന്ന് സെറ്റ് A, E, I, O, U. പിന്നെ വീണ്ടും സെറ്റ് ഒന്ന് വായിക്കണ്ട. തിരിഞ്ഞല്ല, ആദ്യം സെറ്റ് ഒന്ന് വായിക്കണ്ടു, അവസാനം വായിക്കണ്ട. അടുത്തുണ്ടോ, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് റെപ്രസെന്റഡ് ബൈ. സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെ എങ്ങനെ ടാബുലർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം നോക്കാം. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, 1, 2, 3, 1. അപ്പൊ ഒറ്റ എണ്ണൽ സംഖ്യയോ
1, 3, 5, എത്രയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഈ ഡോട്ട് ഇടുന്നത്. ഓക്കെ, ദ ഡോട്ട്സ് ടെൽസ് us that list of odd numbers continue indefinitely. ഇതിന്റെ അർത്ഥം ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, എത്ര ഇത് സ്റ്റോപ്പ് ഇല്ല. മനസ്സിലായില്ല? അപ്പൊ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പറിനെ എങ്ങനെ ടാബിൾ ഫോമിൽ എഴുതാ? സെറ്റ് 1, 3, 5, എക്സെട്ര. മനസ്സിലായില്ലോ? വായിക്കുന്നത് സെറ്റ് 1, 3, 5, എക്സെട്ര. ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റ് തന്നെ ആയിരിക്കണേ. ഈ ബ്രാക്കറ്റ് ഇതേ ബ്രാക്കറ്റ് ആയിരിക്കും എണ്ണം. ശ്രദ്ധിക്കരുത്, ഈ ബ്രാക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വായിക്കൽ സെറ്റ്, ഇത് വായിക്കൽ സെറ്റ് 1, 3, 5, എക്സെട്ര. ഇതോ സെറ്റ് ഓഫ് വവൽസിനോ സെറ്റ് AE, IOU, എക്സെട്ര. ഇനി വേണമെങ്കിൽ പേര് കൊടുക്കാം. വേണമെങ്കിൽ ഈ സെറ്റ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് വേണം ക്യാപിറ്റൽ A ഈക്വൽ ടു കൊടുക്കാം. ഇനി വേണമെങ്കിലോ ക്യാപിറ്റൽ B ഈക്വൽ ടു പേര് കൊടുക്കുക, പേരും കൂടെ കൊടുക്കാം. ഓക്കെ, വേറെ ഈ നേരത്തെ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓൾ ഈവൻ പോസിറ്റീവ് ഇന്റിജേഴ്സ് ലെസ് ദാൻ 7 ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റോസ്റ്റർ ഫോം ആസ്. അതായത് ഈവൻ പോസിറ്റീവ് ഇന്റിജർ ഏതിനെക്കാളും കുറവില്ലത് എങ്ങനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം? എങ്ങനെ എഴുതാം? സെറ്റ് ഈവൻ പോസിറ്റീവ് ഇന്റിജർ അല്ലേ, ഏയിൽ കുറഞ്ഞത് ഇന്റിജർ ആയിരിക്കണം, ഈവൻ ആയിരിക്കണം. അപ്പൊ ഏതെല്ലാം 2, 4, 6. ഓക്കെ, ഡൗട്ടില്ല? അപ്പൊ ഇങ്ങനെയാണ്. ഇതാണ് ഇനി എന്ത് പറഞ്ഞത്? ടാബുലർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോം. എന്ന് ടാബുലർ ഫോം റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ എലമെന്റ്സിനും നമ്മൾ ലിസ്റ്റ് ചെയ്യും, എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യും. അവസാനം ആദ്യം ബ്രാക്കറ്റ്. പിന്നെ എല്ലാ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇൻഫിനിറ്റ് ആയി വരുന്ന സെറ്റ് എല്ലാം എഴുതാൻ പറ്റൂല, ഇല്ലല്ല. ഇപ്പൊ ഇതുപോലെ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1, 3, 5, എക്സെട്ര. ഡൗട്ടില്ല? ക്ലിയർ അല്ലേ? അടുത്ത രണ്ടാമത് നോക്കാം, സെറ്റ് ബിൽഡർ ഫോം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കിയോ, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ഇൻ സെറ്റ് ബിൽഡർ ഫോം all the elements of a set possess a single common property which is not possessed by any element outside the set. അതായത് സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ എലമെന്റിന്റെ ഒരു സ്വഭാവം, പൊതു സ്വഭാവം വെച്ചിട്ടാണ്. ആ സെറ്റിലെ എലമെന്റ്സിന്റെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ സ്വഭാവം സെറ്റിന് പുറത്തുള്ള ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ആ സ്വഭാവം സെറ്റിന് പുറത്തുള്ള ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. തിരിഞ്ഞാൽ പുറത്തുള്ള ഒരാൾക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ ആ സെറ്റ് അത് കറക്റ്റ് ആവില്ല. അതങ്ങനെ പറഞ്ഞേ, ഇൻ എ സെറ്റ് ബിൽഡർ ഫോം all the elements of a set possess a single common property which is not possessed by any element outside the set. ഒരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ സെറ്റ് AEIOU നോക്കാം. AEIOU എന്ന് പറഞ്ഞ സെറ്റ് നിങ്ങൾക്കറിയാം. എന്നാൽ ഇതിന്റെ പൊതു സ്വഭാവം, ഇതിന്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് വവലല്ലേ, ഇത് വവലാണ് അല്ലെ, വവൽസ് ആണ്. അപ്പൊ ഈ AEIOU എന്ന് പറഞ്ഞ സെറ്റിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? അതെങ്ങനെ എഴുതുന്നുണ്ടോ? ശ്രദ്ധിച്ചോ. AEIOU എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി നോക്കോ. അതിനകത്തൊരു പേര് കൊടുത്തു, V എന്ന് കൊടുത്തു. V ഈക്വൽ ടു ഇത് വായിക്കുന്നത് സെറ്റ് ഓഫ് എക്സ്. നോക്ക്, സെറ്റ് ഓഫ് എക്സ്. ഈ കോളൻ വായിക്കൽ സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നന്നായി ശ്രദ്ധിക്കണം, ഇത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് സെറ്റ് AEIOUടെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? അപ്പൊ അതിന് പേര് കൊടുത്തു V ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എക്സുകളുടെ സെറ്റ്. എങ്ങനെ? എക്സുകളുടെ സെറ്റ് പറഞ്ഞാൽ എക്സ് പോലെയുള്ള ചരങ്ങളാണ് അതിൽ ഉണ്ടാവല്. എങ്ങനെ? എക്സ് ഈസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് മേ ബി ഒബ്സർവ്ഡ് ദാറ്റ് വി ഡിസ്ക്രൈബ് ദ എലമെന്റ് ഓഫ് ദ സെറ്റ് ബൈ യൂസിംഗ് എ സിമ്പിൾ എക്സ്. എനി അതർ സിമ്പിൾ ലൈക്ക് ദ ലെറ്റേഴ്സ് വൈ, സെറ്റ്, എക്സെട്ര കുഡ് ബി യൂസ്ഡ്. ഇവിടെ എക്സ് എന്ന് ഉപയോഗിക്കുന്നില്ല, വേണം വൈ എന്ന് ഉപയോഗിക്കാം. സെറ്റ് ഓഫ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ വവൽ എന്ന് ഉപയോഗിക്കാം. സെറ്റ് ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് ഈസ് എ വവൽ എന്ന് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. വിച്ച് ഈസ് ഫോളോഡ് ബൈ എ കോളൻ. അല്ല, ഇവിടെ ഒരു കോളൻ ഉണ്ട്. ആഫ്റ്റർ ദ സൈൻ ഓഫ് കോളൻ we write the characteristic property possessed by the elements of the set and then enclose the whole description within braces. The above description of the set V is read as set of all x such that x is a vowel of the English alphabet. അതാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഇതെന്താണെങ്കിലും V equal to set of x such that x is a vowel in the English alphabet. അപ്പൊ ഇവിടെ നോക്കി, അപ്പൊ ഈ AEIOU എന്ന് പറഞ്ഞ സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ എല്ലാ എലമെന്റും എഴുതിയിട്ടാ പകരം അതിന്റെ എക്സുകളുടെ സെറ്റാണ്. എങ്ങനെ എക്സുകള്? എക്സ് ഇസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കോളന്ന് വായിക്കുന്നത് സച്ച് ദാറ്റ്, ഇതോ സെറ്റ് ഓഫ് ബ്രാക്കറ്റ് സെറ്റ് ഓഫ് ഓൾ എന്ന് വായിക്കും. ഓക്കെ, വേറെ ഉദാഹരണം നോക്കാം. ഇത് പണിയൊന്നുമില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. രണ്ടാമത്, A ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. ഇത് വായിക്കുന്നത് A ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് നമുക്കൊരു സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു സാധനം തന്നിട്ടുണ്ട് അല്ലെ. A ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടാബിൾ ഫോമിൽ എഴുതണം. എങ്ങനെ ടാബിൾ ഫോമിൽ എഴുതാം നോക്കി എന്ന് ഏത് പറഞ്ഞാൽ
എക്സുകളുടെ സെറ്റ്, സെറ്റ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സുകളുടെ സെറ്റ്. എങ്ങനെയുള്ള എക്സ്? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. എക്സ് ഒരു എണ്ണൽ സംഖ്യയാണ്, 3ന്റെയും 10ന്റെയും ഇടക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആ സെറ്റ് എന്തായിരിക്കും ഉത്തരം? അപ്പൊ ഈ എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 ടാബുലർ ഫോമിൽ എഴുതി എന്താ കിട്ടല്? എ സമം സെറ്റ് അല്ല 3ന്റെയും 10ന്റെയും ഇടക്ക് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 4, 5, 6, 7, 8, 9 അല്ലേ? അല്ലെങ്കിലോ 4, 5, 6, 7, 8, 9 തിരിച്ച് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയാലോ ഇതെന്നെ കിട്ടും. എന്തെന്നെ കിട്ടും? ഇപ്പൊ പറഞ്ഞ സാധനം ഇത് എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. ഡൗട്ട് ഇല്ല? ഇത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെറ്റ് ബിൽഡർ ഫോമിൽ എന്താ ചെയ്യുന്നത്? സെറ്റിന്റെ പൊതു സ്വഭാവം വെച്ചിട്ട് നമ്മൾ എഴുതുന്നത്. നമ്മളിത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഇനി നോക്കിടാ. വി ഗിവ് ബിലോ എ ഫ്യൂ മോർ എക്സാമ്പിൾസ് ഓഫ് എ സെറ്റ്സ് യൂസ്ഡ് പർട്ടിക്കുലർ ഇൻ മാത്തമാറ്റിക്സ്. നമ്മൾ പൊതുവായിട്ട് കുറച്ച് സെറ്റ്, പൊതുവായിട്ട് ചില സെറ്റ് നമ്മൾ ചില പേര് കൊടുക്കലുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഒന്ന് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിന് നമ്മൾ സാധാരണ പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ എൻ വെച്ചിട്ടാണ് കേട്ടോ. ക്യാപിറ്റൽ എൻ അത് നമ്മൾ ടാബിൾ ഫോമിൽ എഴുതി എന്ത് കിട്ടും? എൻ ഈക്വൽ ടു സെറ്റ് 1, 2, 3 എക്സെട്ര. ഡൗട്ടില്ല, ഇതാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി സെറ്റ് ഓഫ് ഇന്റീരിയേഴ്സ് എന്ത് പേര് കൊടുക്കും? സെഡ് എന്ന് കൊടുക്കും. സെഡ് ആ സെറ്റ് ഓഫ് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് നോക്കി. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം, സീറോയും വരാം അല്ലെ? സീറോ പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് അല്ല. അപ്പൊ ഏതും ഇങ്ങനെ കേട്ടോ. സെറ്റ് എക്സെട്ര നമ്മൾ ചെറുതുനിന്ന് വലുതിലേക്ക് എഴുതുന്നു. -2, -1, 0, 1, 2 എക്സെട്ര. ഓക്കെ, ഈ സെറ്റ് എഴുതുന്നുണ്ടല്ലോ അത് ഞാൻ ഓർഡർ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഭിന്നസംഖ്യകൾ അല്ലെ? റാഷണൽ നമ്പേഴ്സ്. എന്നാ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ക്യൂ ഈക്വൽ ടു എന്തായിരിക്കും? സെറ്റ് ഓഫ് എക്സ്, എക്സ് ഈക്വൽ ടു പി ബൈ ക്യൂ, ക്യൂ നോട്ട് ഈക്വൽ ടു 0. അതിനെ നമ്മൾ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് ഞാൻ ടാബിൾ ഫോമിൽ എഴുതിയിട്ടാ? അതിന് നമുക്കൊരു പ്രത്യേക ഓർഡറിൽ എഴുതാൻ പറ്റൂല അല്ലെ? നമ്മൾ അതിനെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പറയും. നിങ്ങളിപ്പോ ഈ പേര് മാത്രം ഓർമ്മിച്ചാൽ മതി കേട്ടോ. ഈ സംഖ്യ ഇതിനെ കുറിച്ച് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പറയും. പേര് നാച്ചുറൽ നമ്പറിന്റെ സെറ്റിന്റെ പേര് എൻ, ഇന്റീരിയേഴ്സിന്റെ സെറ്റിന്റെ പേര് സെഡ്. ഇന്ന് സെറ്റ് പറഞ്ഞാൽ ഇതെല്ലാം വരും. ഇനിയോ റാഷണൽ നമ്പർ സെറ്റിന്റെ പേര് ക്യൂ. അടുത്തതോ റിയൽ നമ്പർ. റിയൽ നമ്പർ എന്ന് പറഞ്ഞ സെറ്റിന്റെ പേര് ഇത് ആർ അല്ലെ? എന്ന് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ സംഖ്യാരേഖയിൽ മാർക്ക് ചെയ്യപ്പെടുന്ന സംഖ്യയാണ് നമ്മൾ റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഇതാ റിയൽ നമ്പർ സിസ്റ്റം കണ്ടില്ല? ആർ. ഈ നമുക്കറിയാം ഇതിലെല്ലാം സംഖ്യകൾ മാർക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം റിയൽ നമ്പറാണ്. ഇപ്പം നാച്ചുറൽ നമ്പർ റിയൽ നമ്പറാണ്, ഇന്റീരിയർ റിയൽ നമ്പറാണ്, റാഷണൽ നമ്പർ റിയൽ നമ്പറാണ്. തിരിഞ്ഞില്ലേ? ഇതെല്ലാം റിയൽ നമ്പറാണ്. 1.5 സംഖ്യാരേഖയിൽ മാർക്ക് ചെയ്തൂടെ? ഇനിയോ പിന്നെ 2/3 മാർക്ക് ചെയ്തൂടെ? പിന്നെ 3/2 മാർക്ക് ചെയ്തൂടെ? എല്ലാം മാർക്ക് ചെയ്യാം. അപ്പൊ ഇതെല്ലാം റിയൽ നമ്പർ ആയിരിക്കും. നമ്മൾ ഈ പഠിക്കുന്ന സംഖ്യകളെല്ലാം എന്ത് വരും? ഈ റിയൽ നമ്പറിൽ വരും അല്ലെ? നാച്ചുറൽ നമ്പർ വരും, ഇന്റീരിയർ വരും. അതിനെ കുറിച്ച് അടുത്ത ക്ലാസ് പറയാം, പേര് മാത്രം നോട്ട് ചെയ്യാം. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഏത്? 6. ഇനി വേറൊന്നുണ്ട് ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞത് സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് ഡബ്ല്യു ഈക്വൽ ടു നോക്കിയേ സെറ്റ്. ആ നാച്ചുറൽ നമ്പറിന്റെ കൂടെ സീറോയും വരും. 0, 1, 2, 3 എക്സെട്ര. ഇതിനെ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ അതുകൂടാണ്ട് ഇങ്ങനെ പറയാം സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റീരിയർ. പോസിറ്റീവ് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ അതിന് 1, 2, 3 അങ്ങോട്ട് അല്ലെ? സെറ്റ് പ്ലസ് എന്ന് പറയും. അതിന് സെറ്റ് 1, 2, 3 എക്സെട്ര. അല്ലെങ്കിൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റീരിയറിനാണ് ശരിക്കും നാച്ചുറൽ നമ്പർ. രണ്ട് തുല്യം കേട്ടാ, തുല്യം. ഇനി ആർ പ്ലസ് എന്ന് പറഞ്ഞാലോ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പർ. ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാലോ സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പർ. ഓക്കെ, ഇനി വേറെ ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പർ. ക്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പർ. ഇനി ടി എന്ന് പറഞ്ഞാലോ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാലോ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പർ. അപ്പൊ ഉദാഹരണം ഇനി √2, ഇ, പൈ അതെല്ലാം വരും. അല്ല √2, ഇ, പൈ എന്ന് പറഞ്ഞ നമ്പേഴ്സ് എല്ലാം വരും. അതെല്ലാം എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതൊന്നും ഏത് ഫോമിൽ എഴുതാൻ പറ്റില്ല, നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം എവിടെ വരും? ഈ സംഖ്യാരേഖയിൽ വരും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഈ പറഞ്ഞ എല്ലാ നമ്പേഴ്സും ഈ റിയൽ നമ്പർ ലൈനിൽ വരും അല്ലെ? എല്ലാം അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇതിലെല്ലാം നമ്മൾ പഠിച്ചെല്ലാം ഈ 6 പറഞ്ഞ സെറ്റിൽ ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും, ആരും പേടിക്കേണ്ട. ഞാനിപ്പോ പറഞ്ഞ പേര് മാത്രം പഠിക്കാം. നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എൻ, ഇത് അതിന്റെ ടാബിൾ ഫോമിൽ എഴുതാനും എൻ ഈക്വൽ സെറ്റ് 1, 2, 3 എക്സെട്ര. സെറ്റ് ഓഫ് ഇന്റീരിയേഴ്സ് ഏത്? സെഡ്. അതിന് എഴുതുമ്പോൾ എന്ത് വരും? സെഡ് ഈക്വൽ ടു സെറ്റ് അല്ല ഇതുപോലെ വരും എക്സെട്ര -2, -1, 0, 1, 2 എക്സെട്ര. പിന്നെ ക്യൂ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അത് എഴുതുമ്പോൾ എന്ത് വരും? ക്യൂ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്, എക്സ് ഈക്വൽ ടു പി ബൈ ക്യൂ, ക്യൂ നോട്ട് ഈക്വൽ 0. പിന്നെ റിയൽ നമ്പറിന്റെ സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. റിയൽ നമ്പർ സെറ്റിന്റെ നമ്മൾ ടാബിൾ ഫോമിൽ എഴുതുന്നില്ല, കാരണം ഇതെല്ലാം വരും. പിന്നെ പോസിറ്റീവ് ഇന്റീരിയർ, പോസിറ്റീവ് റാഷണൽ നമ്പർ, പോസിറ്റീവ് റിയൽ നമ്പർ. ഡബ്ല്യു പറഞ്ഞാലോ ഹോൾ നമ്പർ സെറ്റ്. അത് വരും 0, 1, 2, 3 എക്സെട്ര. ടി എന്ന് പറഞ്ഞാലോ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പർ അല്ലെ? ഇറാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്തത്. അത് ഇതുപോലെ ഇങ്ങനെ കാണിക്കാൻ പറ്റൂല.
അതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടെ നോക്കാം, എന്നാലേ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൃത്തിയായിട്ട് കംപ്ലീറ്റ് ആവും. നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. താഴെ പറഞ്ഞ സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്, എക്സ് ഇസ് എൻ ഇന്റിജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. അപ്പൊ ഈ കണക്കെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ സൗകര്യത്തിന് ഞാനൊരു സംഖ്യാരേഖ വെച്ചിട്ടുണ്ട്. ഒരു സംഖ്യാരേഖ നോക്കി, -5 -4 -3 -2 -1 -2 -0 1 2 3 4 5. ചോദ്യം, എക്സ് ഒരു ഇന്റിജർ ആയിരിക്കണം, -3ന്റെ a ഇടക്കായിരിക്കണം. ഇവിടെ നോക്കി ഉത്തരം കിട്ടൂലേ? -3ന്റെ a ഇടക്കിൽ ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഒരു -2 -1 0 1 2 3 4 5 6. ഒന്നാമത്തെ ഉത്തരമായി. രണ്ടാമത്തെ, ബി സെറ്റ് ഓഫ് എക്സ്, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നെ കണി കുറഞ്ഞ നാച്ചുറൽ നമ്പർ വരുമ്പോ സെറ്റ് ചെയ്ത് ഉത്തരം സെറ്റ് എല്ലാം വരും 1 2 3 4 5. ഉത്തരം ഡി. അടുത്ത സി, ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 8. സി എന്ന് പറഞ്ഞാലോ 2 ഡിജിറ്റ് എണ്ണൽ സംഖ്യയാണ്. 2 ഡിജിറ്റ് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 10ന് മുകളിൽ 99 താഴെ അല്ലെ? എന്തായിരിക്കണം? ആ 2 ഡിജിറ്റ് കൂട്ടിയാൽ എന്ത് കിട്ടണം? 8 കിട്ടണം. 8. അപ്പൊ നിങ്ങൾ ആദ്യം 10 മുതൽ അങ്ങോട്ട് തുടങ്ങാം, ചെറുതുനിന്ന് വലുതിലേക്ക് പോവാം. അപ്പൊ 2 ഡിജിറ്റും കൂട്ടി 8 കിട്ടണം. അപ്പൊ ഫസ്റ്റ് ഏത് 17, ഇത് കൂട്ടി 1 7 8 17 കഴിഞ്ഞാലോടത്ത് 10 കഴിഞ്ഞാൽ 20ലേക്ക് എത്ര 26. ഇതിന്റെ ഓർഡർ മനസ്സിലായില്ലേ? 1 2 കൂടുമ്പോൾ മറ്റേത് കുറയും. 1 7 പിന്നെ 2 6 26 പിന്നെയോ 3 5 2 കൂടി 3 ആയി 6 ഒന്ന് കുറഞ്ഞു. പിന്നെയോ 44 4 4 പിന്നെയോ 53 പിന്നെയോ 62 പിന്നെയോ 71 പിന്നെയോ 80. മനസ്സിലായില്ല? 17 26 35 44 53 62 71 80. ഇതിന്റെ പ്രത്യേകത ഒന്ന് ഈ 2 ഡിജിറ്റും കൂട്ടി എത്ര കിട്ടും? 8 കിട്ടും. ഓക്കെ. നാലാമത്തെ, ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്, എക്സ് ഇസ് എ പ്രൈം നമ്പർ വിച്ച് ഇസ് എ ഡിവൈസർ ഓഫ് 60. എക്സ് ഒരു അഭാജ്യ സംഖ്യ ആയിരിക്കണം, 60ന്റെ ഘടകമായിരിക്കണം. അപ്പൊ നമുക്ക് എടുക്കുന്നത് 2 പിന്നെയോ 3 പിന്നെയോ 5 അങ്ങോട്ട് വരുവാ ഇല്ല. പിന്നെ 6 10 12 അങ്ങനത്തെ എല്ലാം വരും. പക്ഷെ അതൊന്നും എന്തല്ല അഭാജ്യ ഘടകമല്ല. അപ്പൊ ഏതേ വരും? 2 3 5. വീട്ടിൽ സാധാരണ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്കൊരു യൂട്യൂബ് ക്ലാസ് ആകുമ്പോൾ നമുക്കൊരു പരിധിയുടെ സമയം വെച്ചിട്ട് പറയാൻ പറ്റും. അടുത്ത ഇ, ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗ്നോമെട്രി. അടുത്ത സെറ്റ് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സിന്റെ സെറ്റ്. അപ്പൊ എന്ത് എഴുതി? ഇ ഈക്വൽ ടു സെറ്റ്. ഇവിടെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയതിന്റെ കാരണം ഇത് നമ്മൾ സിംഗിൾ ഇൻവേർട്ട് കോമയിലെ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇല്ലത്. അതുകൊണ്ടാണ് കേട്ടോ. സ്മോൾ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. തൽക്കാലം നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ എല്ലാം വരും TRIGNOMEY. ഇന്ന് ശ്രദ്ധിക്കുക, റിപ്പീറ്റേഷനിൽ 2 തവണ എഴുതി കൂടാ. അതുകൊണ്ട് സെറ്റ് പറഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് ആണ്. അപ്പൊ 1 ഒരു തവണ എഴുതുന്നു, 1 2 തവണ എഴുതണ്ട. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അടുത്ത നോക്കി, എഫ് സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. അപ്പൊ ഉത്തരം എഫ് ഈക്വൽ ടു സെറ്റ് ബെറ്ററിലെ വേർഡ്സ് ഏതെല്ലാം വരും? ബി ഇ ടി ആർ അല്ലെ? പിന്നെ ഈ ടിയും 2 തവണ എഴുതണ്ട. വേണ്ടല്ല? ഓക്കെ അല്ലേ? ഇത് പിന്നെ NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന്റെ സൊല്യൂഷൻ ആയത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. അടുത്ത്, റൈറ്റ് ദ ഫോളോയിങ് ഇൻ ടാബുലർ ഫോം. താഴെ പറഞ്ഞത് ടാബുലർ ഫോമിൽ എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്, എക്സ് ബിലോങ്സ് ടു സെഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 9. എന്നാൽ എക്സ് സെഡിൽ വേണം, ഇന്റിജർ ആയിരിക്കണം. എക്സ് സ്ക്വയർ 9ൽ കുറവായിരിക്കണം. അപ്പൊ സംഖ്യാരേഖ വച്ചിട്ടുണ്ട്. എക്സ് ഇന്റിജർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഉത്തരം നമുക്ക് 0 1 2 3 4 ആവാം. ഇങ്ങോട്ടോ -1 -2 -3 ആവാം. പക്ഷെ അതിന്റെ സ്ക്വയർ 9ൽ കുറവായിരിക്കണം. എന്നാൽ ആദ്യം ചെറുതുനിന്ന് വലുതിലേക്ക് പോവാം. ഇപ്പൊ -3 എടുത്തു വിചാരിക്കാം, പറ്റുവാ? അത് 9 ആണ്, പറ്റൂല്ല. അപ്പൊ അടുത്തത് എഴുതുന്നു -2. അതിന്റെ സ്ക്വയർ 4 9ൽ കുറവ്. -1 സ്ക്വയർ 1 9ൽ കുറവ്. 0 1 2 3 ആവോ? ഇല്ലല്ല. ഇല്ല. അപ്പൊ ഉത്തരം -2 -1 0 1 2. ക്ലിയർ ആണല്ല? രണ്ടാമത്തത്, ബി ഈക്വൽ സെറ്റ് ഓഫ് എക്സ്, എക്സ് ഇസ് ആൻ ഇന്റിജർ -5/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3/2. അപ്പൊ എക്സ് ഇന്റിജർ ആയിരിക്കണം, -5/2നും 3/2നും ഇടക്കായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കാം. -5/2 പറഞ്ഞാൽ എത്രടാ? -2.5. -2.5 പറഞ്ഞാൽ ഇവിടെ വരിക, ഇവിടെ -2.5. അപ്പൊ -2.5ന് 3/2 പറഞ്ഞാലോ 1.5 ഇടാ. ഈ 2ന്റെ ഇടയ്ക്കിൽ ഇന്റിജർ നോക്കിയേ. അപ്പൊ -2.5നും 1.5നും ഇടയ്ക്കിൽ ഇന്റിജർ ചെയ്ത് -2 -1 0 1 1 അല്ലെ? 0 1. ശ്രദ്ധിക്കണം, ഈ 2 ഇല്ല കേട്ടത്. സോറി, കറക്റ്റ് ആണ്. -2 -1 0 1. ഡൗട്ട് ഇല്ല. -2 -1 0 1. ക്ലിയർ ഉള്ളത്? -5/2നും 3/2നും ഇടയ്ക്കിൽ ഇന്റിജർ. -5/2 പറഞ്ഞാൽ -2.5 ഇവിടെ വരും. ഇതോ 3/2 1/5 ഇവിടെ വരും. ഈ 2ന്റെ ഇടയ്ക്കിൽ ഇന്റിജർ ഇവിടെ തന്നെ കാണുന്നില്ല. ചിത്രം നോക്കിയാൽ മനസ്സിലാവും. അടുത്ത 3, സി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 36.
സി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 36 പറഞ്ഞത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 36 ആവണം അല്ലെ. അപ്പൊ എക്സിന്റെ വില വരും എക്സ് സെറ്റ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഈക്വൽ 36 പറഞ്ഞ കാലം എക്സിന്റെ വില 36 ആകുമ്പോൾ എക്സ് ഏതെല്ലാം ആവാം 6 ആവാം -6 ആവാം ശരിയല്ലേ. അപ്പൊ സി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സി ഈക്വൽ ടു -6 6 ഇവിടെ എന്താ ശ്രദ്ധിക്കണം അറിയാം. ഇവിടെ എക്സ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 36 പറഞ്ഞാലോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ -6 വരില്ല അല്ലെ. ഇവിടെ പക്ഷെ സെറ്റ് ഓഫ് എക്സിനെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ റിയൽ നമ്പർ ആയിട്ട് എടുക്കല്, അതുകൊണ്ടാണ് -6 ഉത്തരം വരുന്നത്. അടുത്തത് ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ -5x + 6 ഈക്വൽ 0. ഡി എന്ന് പറഞ്ഞാലോ എക്സുകളുടെ സെറ്റ് ആണ്. എങ്ങനെയുള്ള എക്സ് എക്സ് സ്ക്വയർ -5x + 6 ഈക്വൽ 0 സൊല്യൂഷൻ നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയർ -5x + 6 ഈക്വൽ 0 സൊല്യൂഷൻ ഇങ്ങനെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ സാധാരണ സമം പ്രൊഡക്റ്റും വെച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 2 3 എന്ന് കിട്ടും. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ പഠിച്ചാണ്. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. ഇനി 5 ഇ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എക്സ് ബിലോങ്സ് ടു എൻ എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ + x - 2 ഈക്വൽ 0. ഇവിടെ ശ്രദ്ധിക്കണം, ഈ പറഞ്ഞാൽ എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കും വേണം, എക്സ് ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും വേണം. നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു എക്സ് സ്ക്വയർ + x - 2 ഈക്വൽ 0. ഇത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1 - 2 കിട്ടി. സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ബേസിക് ആയ ക്ലാസ്സിൽ അത് പറയുന്നുണ്ട്, ഇവിടെ ഒന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ 1 - 2 കിട്ടി. പക്ഷെ ഇതിന് ഉത്തരം എന്ത് വരും സെറ്റ് 1 എന്ന് വരും. എന്താ കാരണം ഈ 1 - 2 സൊല്യൂഷൻ ആണ്, പക്ഷെ -2 എന്തല്ല നാച്ചുറൽ നമ്പർ അല്ല. ഇവിടെ എന്ത് പറഞ്ഞു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ + x - 2 ഈക്വൽ 0 അല്ലേ പറഞ്ഞു. അപ്പൊ 1 - 2 കിട്ടി. 1 നാച്ചുറൽ നമ്പർ ആണ്, -2 നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ ഇതിന് ഉത്തരം എന്ത് വരും സെറ്റ് 1. ഓക്കെ, അപ്പൊ ഈ കണക്കുകൾ ഒന്ന് വ്യക്തമായി ചെയ്തു നോക്കാം, മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക. 2 തവണ ചെയ്ത് പഠിച്ചിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്ത കുറച്ച് അസൈൻമെന്റ്സ് ആണ്. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് അസൈൻമെന്റ്സ് ചെയ്യുക. അസൈൻമെന്റ് തന്നു എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതി എടുക്കണം. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ടാബുലർ ഫോം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സെറ്റ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. മനസ്സിലായില്ല? എക്സ് ബിലോങ്സ് ടു സെറ്റ് പറഞ്ഞാൽ എക്സ് ഇന്റിജർ ആയിരിക്കണം. പിന്നെ എക്സ് സ്ക്വയർ 16 അതിൽ 16 ആവാം, അതിൽ കുറവും ആവാം, ശ്രദ്ധിച്ചു ചെയ്യണം. രണ്ടാമത്തെ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എക്സ് ഇസ് എൻ ഇന്റിജർ 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3/2. ഇതിനെല്ലാം ടാബുലർ ഫോമിൽ എഴുതണം. മൂന്നാമത്തെ സി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എക്സ് ബിലോങ്സ് ടു എൻ കോമ എക്സ് സ്ക്വയർ ഈക്വൽ ടു 25. എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, എക്സ് സ്ക്വയർ 25 ആയിരിക്കണം. ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ + 8x + 12 ഈക്വൽ ടു 0. 5 ഇ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ + 4x + 4 ഈക്വൽ ടു 0. 6 എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എക്സ് ഇസ് എൻ ഇന്റിജർ ആൻഡ് എക്സ് സ്ക്വയർ - 49 ഈക്വൽ ടു 0. 7 ജി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് മാത്തമാറ്റിക്സ്. 8 എച്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 30. അപ്പൊ 8 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ ടാബുലർ ഫോമിലേക്ക് എഴുതുക, വായിച്ചിട്ട് കൃത്യമായിട്ട് എഴുതുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത കണക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസൈൻമെന്റ് അറ്റൻഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോട്ടിലേക്ക് എഴുതുക. നോട്ടിൽ എഴുതിയിട്ട് തന്നെ പഠിക്കുമായാലും നോട്ട് ക്ലാസ് ഒരു തവണ കണ്ടതിന് ശേഷം രണ്ടാമതൊന്നും കൂടെ കണ്ട് നോട്ടെല്ലാം വ്യക്തമായിട്ട് എഴുതുക. നോട്ട് എഴുതിയതിനു ശേഷം അത് കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുക എല്ലാവരും.